എല്ലാവർക്കും നമസ്കാരം. ചില കഥകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും വലിയ സന്തോഷം വരും. ഒരു ചിരിച്ച മുഖത്തോടെയായിരിക്കും വീഡിയോ കണ്ട് അവസാനിപ്പിക്കുക. അങ്ങനെയുള്ള കഥകൾ വളരെ കുറവാണ്. ചില കഥകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതും അതുപോലൊരു കഥയാണ്. മനുഷ്യൻ ഈ ഭൂമിയിലുണ്ടായ കാലം മുതൽ ഇന്നുവരെ ഏകദേശം 117 ബില്യൺ മനുഷ്യർ ജനിച്ചിട്ടുണ്ട് എന്നാണ് ഒരു ഏകദേശ കണക്ക്. അത് വളരെ വലുതാണ്. ഇത്രയും മനുഷ്യരെ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് അടുക്കി വെച്ച് നമ്മളൊരു ഗോപുരം നിർമ്മിക്കുകയാണെന്ന് കരുതുക. അതിൻ്റെ നീളം അപാരമായിരിക്കും. ഇത്തരം മനുഷ്യ ഗോപുരത്തിന് സൂര്യനിൽ വരെ എത്തുവാനുള്ള നീളമുണ്ടായിരിക്കും. അതുകൊണ്ടും തീരുന്നില്ല. സൂര്യനിൽ നിന്നും തിരികെ ഭൂമിയിലേക്ക് വരുവാനുള്ള ദൂരത്തിൻ്റെ 1/3 ദൂരം ഇനിയും ബാക്കിയുണ്ടാവും. ഏകദേശം നിസാരം ലൈറ്റ് മിനിറ്റുകൾ വരുന്ന ഈ ദൂരത്തിൽ ഞാനും നിങ്ങളുമെല്ലാം ഉൾപ്പെടും. പക്ഷേ ഈ ഗോപുരത്തിലെ 93% ആളുകളും മുൻപ് മരിച്ചവരാണ്. അവർ ആരൊക്കെയാണെന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടില്ല. അവർ ആരായിരുന്നുവെന്നോ എവിടെയാണ് ജീവിച്ചത് എന്നോ ഈ ഭൂമിയിൽ അവർക്ക് കിട്ടിയ സമയം എന്തിനു വേണ്ടി വിനിയോഗിച്ചുവെന്നോ അങ്ങനെ തുടങ്ങി യാതൊന്നും നമുക്കറിയില്ല. അറിയേണ്ട ആവശ്യവുമില്ല. എന്നാൽ എല്ലാവരും അങ്ങനെയല്ല. പ്രത്യേകിച്ചും ഗവേഷകർ. അവർക്ക് ഇത്തരം കാര്യങ്ങളോട് വലിയ താല്പര്യമാണ്. കഴിഞ്ഞ 2022 ഒരു കൂട്ടം ഗവേഷകർ ചരിത്രത്തിൽ ഇന്നുവരെ ലോകത്തെ സ്വാധീനിച്ച പ്രശസ്ത മനുഷ്യർ ആരൊക്കെയാണ് എന്നതിനെക്കുറിച്ച് ഒരു സമഗ്രമായിട്ടുള്ള പട്ടിക നിർമ്മിക്കാൻ തീരുമാനിച്ചു. ഇതല്പം പ്രയാസമുള്ള പണിയാണ്. അതിനു വേണ്ടിയിട്ട് നിരവധി ഡാറ്റാ ബേസുകൾ പരിശോധിക്കണം. ഒടുവിൽ അവരുടെ കണ്ടെത്തൽ ഇതായിരുന്നു. രേഖപ്പെടുത്തിയ ചരിത്രത്തിന്റെ മുഴുവൻ കാലഘട്ടം പരിശോധിച്ചാലും മനുഷ്യരാശിയെ നല്ല രീതിയിലും മോശം രീതിയിലും സ്വാധീനിച്ചിട്ടുള്ള വ്യക്തികൾ ഏകദേശം 2.29 ദശലക്ഷം ആളുകൾ മാത്രമാണ്. ഇനി നമുക്ക് ഇത്രയും ആളുകളെ വെച്ച് ഒന്നാമത് ചെയ്തതുപോലെ ഒരു ഹ്യൂമൻ ഗോപുരം ഉണ്ടാക്കി നോക്കാം. അവിടെയാണ് നമ്മൾ ഞെട്ടുന്നത്. ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്കുള്ള ദൂരത്തിന്റെ 1% പോലും എത്തുവാനായിട്ട് അതിന് കഴിയില്ല. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം ഇതാണ്. ഒന്നാമത്തെ ഗോപുരത്തിന്റെ ഭാഗമാകുവാൻ ആർക്കും എളുപ്പമാണ്. വേറെ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ വെറുതെ ജനിക്കുക മാത്രം ചെയ്താൽ മതി. എന്നാൽ രണ്ടാമത്തെ ഗോപുരത്തിൽ നമ്മുടെ സ്ഥാനം ഉറപ്പിക്കണമെങ്കിൽ എന്തെങ്കിലും വലിയൊരു കാര്യം ചെയ്തിരിക്കണം. ലോകത്തെ സ്വാധീനിച്ച ആ പ്രശസ്തരുടെ ഗോപുരത്തിലുള്ളവർ ലോക നേതാക്കളും വലിയ സയന്റിസ്റ്റുകളും പര്യവേഷകരും കലാകാരന്മാരും അങ്ങനെ തുടങ്ങി മറ്റു പലരുമാണ്. എന്നാൽ വിചിത്രമായിട്ടുള്ള കാര്യം, അതിൽ 1-2 മണ്ടന്മാരുമുണ്ട്. വെറും മണ്ടന്മാരല്ല, മരമണ്ടന്മാര്, അല്ലെങ്കിൽ തിത്തിരു മണ്ടൻ എന്നൊക്കെ പറയില്ലേ, അതുപോലെയുള്ള ആളുകൾ. അതിൽ ഒരാളുടെ കഥയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അങ്ങേരാണ് നമ്മുടെ കഥയിലെ നായകൻ. പേര് ടിമോത്തി ഡെക്സ്റ്റർ. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഇങ്ങനെയായിരിക്കും. ഇത്തരമൊരു പട്ടികയിൽ മണ്ടത്തരത്തിന്റെ പേരിൽ സ്ഥാനം പിടിക്കണമെങ്കിൽ ഇയാൾ ചരിത്രം കണ്ട ഏറ്റവും വലിയ മണ്ടനായിരിക്കണം. ഏറെക്കുറെ അത് ശരിയാണ്. എങ്കിലും കഥ മുൻപോട്ട് പോകുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ചില മാറ്റങ്ങൾ വന്നേക്കാം. ടിമോത്തി ഡെക്സ്റ്റർ ഒരു ബിസിനസ്സുകാരനായിരുന്നു. 59 വർഷമാണ് അയാൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നത്. എന്നാൽ അതിനിടയിൽ അളിയൻ കാണിച്ചു കൂട്ടിയ മണ്ടത്തരങ്ങൾക്ക് കയ്യും കണക്കുമില്ലായിരുന്നു. അടുത്ത കാലത്ത് നമ്മൾ കണ്ട ഏറ്റവും വലിയ മണ്ടത്തരം 2010-ൽ 10,000 ബിറ്റ്കോയിന് ഒരാൾ ഒരു പിസ വാങ്ങിയതാണ്. എന്നാൽ തിമോത്തിയുടെ മുൻപിൽ അയാളൊക്കെ വെറും ശിശുവാണ്. തൻ്റെ ജീവിതത്തിൽ അയാൾ ചെയ്ത ചില കുപ്രസിദ്ധ മണ്ടത്തരങ്ങൾ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. എന്നിട്ട് വിശദമായിട്ട് ഓരോന്നായിട്ട് പരിശോധിക്കാം. ഒരിക്കൽ അയാൾ സർക്കാർ രാജ്യത്ത് നിരോധിച്ചതും നിലവിലില്ലാത്തതുമായിട്ടുള്ള കറൻസികൾ വാങ്ങിക്കൂട്ടി. അതിനു വേണ്ടിയിട്ട് കോടികളാണ് ചെലവാക്കിയത്. അതുമൂലം അയാൾ പാപ്പരാകുന്നതിൻ്റെ തൊട്ടടുത്തെത്തി. മറ്റൊരിക്കൽ കരീബീനിലേക്ക് 10,000 ബെഡ് വാമറുകൾ കയറ്റി അയച്ചു. തണുത്തു മരവിച്ച കാലാവസ്ഥയെ കിടക്കും മുൻപ് കിടക്ക ചൂടാക്കുന്ന ഒരു സംവിധാനമാണിത്. തണുപ്പ് രാജ്യങ്ങളിൽ ഇത് അത്യാവശ്യമാണ്. എന്നാൽ കരീബിയ ആകട്ടെ ഒരു ഉഷ്ണമേഖലാ രാജ്യമാണ്. കാറ്റ് കിട്ടുവാനായിട്ട് ഉള്ള തുണിയും വലിച്ചു പറിച്ചു കളഞ്ഞ് നിലത്ത് കിടന്നുറങ്ങുന്ന ആളുകളുള്ള സ്ഥലം. അവിടേക്കാണ് തിമോത്തി ബെഡ് വാമറുകൾ കയറ്റി അയച്ചത്. അതുകൊണ്ടും തീർന്നില്ല. അദ്ദേഹത്തിന്റെ ഏറ്റവും വിചിത്രമായിട്ടുള്ള ആശയം മറ്റൊന്നായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ കൽക്കരി ഉൽപാദന നഗരങ്ങളിൽ ഒന്നിലേക്ക് കൽക്കരി ഇറക്കുമതി ചെയ്യുക. ലളിതമായിട്ട് പറഞ്ഞാൽ, സഹാറ മരുഭൂമിയിൽ മണൽ ഇറക്കിയാൽ എങ്ങനെയിരിക്കും, അല്ലെങ്കിൽ അന്റാർട്ടിക്കയിൽ വേൾപൂൾ കമ്പനി ഫ്രിഡ്ജ് ഇറക്കുമതി ചെയ്താൽ എങ്ങനെയിരിക്കും, അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചത്. എന്നാൽ ഞെട്ടിക്കുന്ന ഒരു കാര്യം കൂടി പറയട്ടെ. അതാണ് ഈ കഥയുടെ പ്രത്യേകതയും. ലോകം മണ്ടത്തരമെന്ന് വിധി എഴുതിയ ഈ ബിസിനസ് ആശയങ്ങൾ എല്ലാം തന്നെ വൻ വിജയമായ ചരിത്രമാണ് പിന്നീടുണ്ടായത്. അതുകൊണ്ടാണ് ടിമോത്തി ഡെക്സ്റ്ററിന്റെ ചരിത്രം ഇന്നും ഒരു ഞെട്ടലും മാറാതെ ഓർക്കുവാനുള്ള കാരണവും. ഡെക്സ്റ്ററിന്റെ ഇത്തരം മണ്ടൻ ബിസിനസ് തീരുമാനങ്ങൾ അയാളെ വിശ്വസിക്കുവാൻ കഴിയാത്ത വിധം സമ്പന്നനാക്കി. അവൻ തൊട്ടതെല്ലാം പൊന്നായിട്ട് മാറി. ഭാഗ്യവാനായ ബിസിനസ്സുകാരനും ഉപരിയായിട്ട് അദ്ദേഹം ഒരു അല്പനും കൂടിയായിരുന്നു. അതീവ സമ്പന്നനായ ശേഷം അയാൾ മറ്റൊരു കാര്യം കൂടി ചെയ്തു. ഒരു കവിയെ വാടകയ്ക്കെടുത്ത് തന്നെ പ്രശംസിച്ച് കവിതകൾ എഴുതി അത് ആലപിക്കുവാനായിട്ട് ഉത്തരവിട്ടു. ലോകത്തിലെ ഏറ്റവും മോശം പുസ്തകങ്ങളിൽ ഒരെണ്ണം സ്വന്തമായിട്ട് എഴുതി.
തന്നെ ലോർഡ് ഡസ്റ്റർ എന്ന് വിളിക്കുവാനായിട്ട് മറ്റുള്ളവരോട് ആവശ്യപ്പെട്ടു. അങ്ങനെ വിളിക്കുന്നവർക്ക് സൗജന്യമായിട്ട് ആഹാരം നൽകി. ഇതിനിടയിൽ താൻ മരിച്ചുവെന്ന് നാട് മുഴുവനും അറിയിച്ച് അടച്ചുമൂടിയൊരു ശവപ്പെട്ടി തൻ്റെ ഉദ്യാനത്തിൽ കൊണ്ടുവന്നു വെച്ചു. ശവസംസ്കാര വേളയിൽ പങ്കെടുക്കുവാൻ വന്നവരുടെ മുഖത്ത് സന്തോഷമാണോ അതോ സങ്കടമാണോ എന്ന് സ്വന്തം മാൻഷന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നിരീക്ഷിച്ചു. തൻ്റെ ഭാര്യ പോലും തൻ്റെ മരണത്തിൽ കരയുന്നില്ല എന്ന് കണ്ടതും ഒരു പത്തലുമെടുത്ത് അവിടേക്ക് ഓടിവന്ന് ആ സ്ത്രീയെ പുതിരെ തല്ലി. അങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ കാണ്ടമായിട്ട് കിടക്കുവാണ് ആശാന്റെ മണ്ടത്തരങ്ങളുടെ കഥ. നമുക്കൊന്നു മുതൽ ആരംഭിക്കാം. അതിമണ്ടനും അതോടൊപ്പം പ്രതിഭാശാലിയുമായ ടിമോത്തിയുടെ കഥ ആരംഭിക്കുന്നത് 1747 ജനുവരി 22 മസാച്യുസെറ്റ്സിലെ മാൾഡൻ എന്ന ചെറു പട്ടണത്തിലാണ്. അന്നാണ് അയാൾ ജനിച്ചത്. ആദ്യകാല ഐറിഷ് കുടിയേറ്റക്കാരുടെ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് അവൻ്റെ വീട്ടിൽ പണം ഒരിക്കലും ഒരു പ്രശ്നമായിരുന്നില്ല. പണ്ടൊരാൾ ഭാര്യയോട് പറഞ്ഞതുപോലെ, പണം നമുക്ക് പുല്ലടി, കാരണം അത് നമുക്കില്ലടി. ഈ അവസ്ഥയായിരുന്നു അവർക്ക്. കാരണം ഡസ്റ്റർമാർ പാവപ്പെട്ടവരായിരുന്നു. അതുകൊണ്ട് 8ാം വയസ്സിൽ ടിമോത്തിക്ക് സ്കൂൾ പഠനം ഉപേക്ഷിക്കേണ്ടി വന്നു. അതിനുശേഷം അവൻ അടുത്തുള്ള ഒരു ഫാമിൽ ഇൻഡെഞ്ചേർഡ് സെർവൻ്റ് ആയിട്ട് ജോലിക്ക് കയറി. ഇൻഡെഞ്ചേർഡ് സെർവിറ്റ്യൂഡ് എന്നാൽ ഒരു അടിമത്ത ജോലിയാണ്. ആദ്യമേ ഒരു വലിയ തുക വാങ്ങിയ ശേഷം ഒരു നിശ്ചിത വർഷം ജോലിയെടുക്കണം. ഇതാണ് ഈ വ്യവസ്ഥ. ആ കാലാവധി കഴിയുമ്പോൾ ഇത്തരം അടിമകൾക്ക് സ്വാതന്ത്ര്യം കിട്ടും. ടിമോത്തി ഡസ്റ്ററിനെ 8 വർഷത്തേക്കായിരുന്നു അവൻ്റെ മാതാപിതാക്കൾ ഫാമിൽ ജോലിക്ക് വേണ്ടി വിറ്റത്. ഒടുവിൽ ആ കരാർ കാലാവധി കഴിഞ്ഞപ്പോൾ അവൻ ബോസ്റ്റണിലേക്ക് താമസം മാറി. അവിടെ വെച്ച് അവനൊരു പുതിയ ജോലി കിട്ടി, ഒരു ലെതർ കമ്പനിയിൽ. അതോടെ ജീവിക്കുവാൻ ആവശ്യമായ മാന്യമായിട്ടുള്ളൊരു ശമ്പളവും കിട്ടി. ഒരടിമയിൽ നിന്നും അയാൾ ഒരുപടി മുകളിലേക്ക് ഉയർന്നിരിക്കുന്നു. ഏകദേശം 15 വർഷത്തിലധികം കാലമാണ് ആ തുകൽ ഫാക്ടറിയിൽ അയാൾ ജോലി ചെയ്തത്. അവിടെ വെച്ചാണ് അവൻ്റെ ജീവിതം മാറി മറിഞ്ഞതും. ഒരു ദിവസം ഈ കമ്പനിയുടെ ഉടമ മരണപ്പെട്ടു. അതോടെ ആ സ്ഥാനം ഡസ്റ്റർ ഏറ്റെടുത്തു, കൂട്ടത്തിൽ അയാളുടെ ഭാര്യയെയും. അവരുടെ പേര് എലിസബത്ത് ഫ്രോഹാം എന്നാണ്. ഈ വിവാഹത്തോടെ അവൾ എലിസബത്ത് ഡസ്റ്ററായി. ഒരു തരത്തിൽ നോക്കിയാലും അയാൾക്ക് പറ്റിയ വധുവായിരുന്നില്ല അവൾ. എന്നിട്ടും ആ വിവാഹം നടന്നു. എലിസബത്ത് അതിസമ്പന്നയായിരുന്നു. അടുത്തിടയ്ക്ക് മരിച്ച തൻ്റെ സമ്പന്നനായ ഭർത്താവിൻ്റെ സ്വത്തും ഇനി മുതൽ അവൾക്കാണ്. മാത്രവുമല്ല, അവളും ഒരു ബിസിനസ്സുകാരിയായിരുന്നു. 18ാം നൂറ്റാണ്ടിൽ ഒരു സ്ത്രീ ബിസിനസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. എന്തായാലും മിസ്റ്റർ ഡസ്റ്റർ തൻ്റെ പുതിയ ഭാര്യയുടെ സമ്പാദ്യം ആഡംബരപൂർണ്ണമായിട്ട് ചെലവഴിക്കുവാനായിട്ട് ഒട്ടും സമയം പാഴാക്കിയില്ല. ബോസ്റ്റണിൽ വലിയ പണക്കാർ മാത്രം താമസിക്കുന്ന സ്ഥലമാണ് ചാൾസ് ടൗൺ. അവിടെ എലിസബത്തിനൊരു വീടുണ്ട്. ഈ പുതിയ വീട്ടിലേക്ക് അവർ താമസം മാറി. അതിന് തൊട്ടു പിന്നാലെ അയാൾ വീടിന്റെ ബേസ്മെന്റിൽ ഒരു പുതിയ തുകൽ നിർമ്മാണ യൂണിറ്റ് തുടങ്ങി. അതോടൊപ്പം സ്വയം പരിഷ്കരിച്ച് തന്നെ ഒരു മോഡേൺ ജെന്റിൽമാനാക്കി വാർത്തെടുക്കുവാനും തുടങ്ങി. ഭാഗ്യം എപ്പോഴും അയാളെ കടാക്ഷിച്ചിരുന്നു. അയാളുടെ തുകൽ ബിസിനസ് വളരെ നന്നായിട്ട് നടന്നു. ധാരാളം പണം ഇതുവഴി സമ്പാദിച്ചു. പക്ഷേ എത്രയൊക്കെ ആയാലും അവിടെയുള്ള മുഖ്യധാരാ സമൂഹത്തിൽ അയാൾ വില കുറഞ്ഞവനായിരുന്നു. അതിന് കാരണം ചാൾസ് ടൗൺ അമേരിക്കയിലെ ഏറ്റവും ഉയർന്ന നിലവാരമുള്ള ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ്. അക്കാലത്തെ രാഷ്ട്രീയ പ്രമുഖരും ഭാവിയിലെ അമേരിക്കൻ സ്ഥാപക പിതാക്കളിൽ ഒരാളും അതീവ സമ്പന്നനും കോണ്ടിനെന്റൽ കോൺഗ്രസ് പാർട്ടിയിലെ പ്രമുഖനുമായ ജോൺ ഹാൻകോക്ക്, അതുപോലെയുള്ള അമേരിക്കയിലെ ഉന്നതരായിട്ടുള്ള നിരവധി ആളുകളായിരുന്നു ഡസ്റ്ററിന്റെ പുതിയ അയൽക്കാർ. അതായിരുന്നു ഏറ്റവും വലിയ വിഷയവും. ഇവരെല്ലാവരും അതിസമ്പന്നരും നല്ല വിദ്യാഭ്യാസം കിട്ടിയവരും സമ്പന്നമായിട്ടുള്ള കുടുംബങ്ങളിൽ ജനിച്ചവരുമാണ്. അവരുടെ ഇടയിലേക്കാണ് ഒരു മുൻ ഫാം അടിമയും പരുക്കൻ പെരുമാറ്റവും വളരെ കുറഞ്ഞ വിദ്യാഭ്യാസവുമുള്ള ടിമോത്തി ഡസ്റ്റർ കടന്നു വരുന്നത്. സ്വാഭാവികമായിട്ടും അവിടെയുള്ളവർ തുറന്ന മനസ്സോടെ അയാളെ സ്വീകരിച്ചില്ല. ഉദാഹരണത്തിന്, അംബാനിയും അദാനിയും ബിൽഗേറ്റ്സും ഇരിക്കുന്ന വേദിയിൽ കടവന്ത്രയിൽ കപ്പലണ്ടി കച്ചവടം ചെയ്യുന്ന കേശവൻ ചേട്ടൻ വന്ന്, അളിയോ ബിസിനസ്സൊക്കെ എങ്ങനെ പോകുന്നു, മെച്ചമുണ്ടോ എന്ന് ചോദിച്ചാൽ എങ്ങനെ ഇരിക്കും? അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചത്. അതുകൊണ്ട് അവരെ പോലെ സ്വയം മാറുവാനായിട്ട് അയാൾ തീരുമാനിച്ചു. ഡെക്സ്റ്റർ തൻ്റെ പുതിയ അയൽക്കാരുടെ രീതികളും മറ്റും വളരെ ശ്രദ്ധാപൂർവം പഠിച്ചു. എന്നിട്ട് അവരെ അനുകരിക്കുവാനായിട്ട് ശ്രമിച്ചു. അവർ ധരിക്കുന്ന അതേ വസ്ത്രങ്ങൾ അവനും ധരിച്ചു. അവർ ഒഴിവു സമയം ചെലവഴിക്കുവാൻ പോകുന്ന അതേ സ്ഥലങ്ങളിൽ അവനും പോയി. മറ്റുള്ളവരോടുള്ള അവരുടെ പെരുമാറ്റങ്ങൾ അതേപോലെ അനുകരിച്ചു. അവരുടെ കാവ്യാത്മകമായിട്ടുള്ള ഒഴുക്കുള്ള ഇംഗ്ലീഷ് വികലമായിട്ട് അനുകരിക്കുവാനായിട്ട് ശ്രമിച്ചു. അതിലും ഉപരിയായിട്ട് അവർ എന്തൊക്കെ ബിസിനസ്സാണോ ചെയ്യുന്നത് അതുപോലും പകർത്തുവാൻ ശ്രമിച്ചു. ഒരു കൊച്ചുകുട്ടി മറ്റുള്ളവരെ വികലമായിട്ട് അനുകരിക്കും പോലെയായിരുന്നു ഇത്. അങ്ങനെയാണ് ആ സംഭവം ഉണ്ടായത്. ഒരു ദിവസം ടിമോത്തി ഡസ്റ്റർ തൻ്റെ പേര് ചരിത്രത്തിൽ എഴുതി ചേർക്കുന്ന ഒരു തീരുമാനമെടുത്തു. ഇന്ന് $US എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കറൻസിയാണ്. സർവ്വസാധാരണമായിട്ടുള്ള വിനിമയ മാധ്യമമാണിത്.
എന്നാൽ ഡോളർ ആദ്യമായിട്ട് അവതരിപ്പിക്കും മുൻപ് USA ആദ്യത്തെ കറൻസി മറ്റൊന്നായിരുന്നു. അതാണ് കോണ്ടിനെന്റൽ കറൻസി. 1775 വിപ്ലവത്തിന്റെ തുടക്ക സമയത്താണ് ഇത് ആദ്യമായിട്ട് അവതരിപ്പിച്ചത്. നമ്മളിൽ പലർക്കും ഇങ്ങനെ ഒരു കറൻസി ഉണ്ടെന്നുള്ള കാര്യം ആദ്യത്തെ അറിവായിരിക്കും. USA അവരുടെ ആദ്യത്തെ കറൻസി അവതരിപ്പിക്കുവാനായിട്ട് വലിയ ശ്രമം നടത്തിയെങ്കിലും പലവിധ കാരണങ്ങൾ കൊണ്ട് അത് പരാജയപ്പെട്ടു. അതിലേക്കൊന്നും നമ്മളിപ്പോൾ കടക്കുന്നില്ല. കാരണം അതിൻ്റെ വിശദാംശങ്ങൾ വളരെ സങ്കീർണമാണ്. ലളിതമായിട്ട് പറഞ്ഞാൽ, അന്ന് ഭരണത്തിലുണ്ടായിരുന്ന കോണ്ടിനെന്റൽ കോൺഗ്രസ് കോണ്ടിനെന്റൽ കറൻസി എന്ന പേരിൽ കറൻസികൾ അച്ചടിച്ചു. അന്ന് ബ്രിട്ടീഷുകാരും അമേരിക്കൻസും ശത്രുക്കളാണ്. അവർ തൊട്ടു പിന്നാലെ തിരിച്ചൊരു പണി കൊടുത്തു. ബ്രിട്ടീഷുകാർ വ്യാപകമായിട്ട് ഈ കറൻസി വ്യാജമായിട്ട് നിർമ്മിച്ചു. എന്നുവെച്ചാൽ കുന്നുപോലെ കള്ളനോട്ടടിച്ചു. അതോടെ മറ്റൊരു കാര്യം സംഭവിച്ചു. കോണ്ടിനെന്റൽ ഡോളറിന്റെ മൂല്യം കുത്തനെ ഇടിയുവാനായിട്ട് തുടങ്ങി. 1778 ആയപ്പോൾ ഈ കറൻസി അതിൻ്റെ യഥാർത്ഥ മൂല്യത്തിൻ്റെ വെറും 15% മാത്രമായിട്ട് കൂപ്പുകുത്തി. വീണ്ടും ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ അതിൻ്റെ മൂല്യം വെറും 2.5% മാത്രമായി. എന്നുവെച്ചാൽ 100 രൂപയ്ക്ക് വെറും 2.5 രൂപയുടെ മൂല്യമായി എന്നർത്ഥം. 1781 ആയപ്പോൾ ഇത് പൂർണ്ണമായിട്ടും മൂല്യമില്ലാതെയായി. ഒരു കറൻസി എന്ന നിലയിൽ അത് ഉപയോഗിക്കുന്നത് രാജ്യം നിർത്തലാക്കി. മിക്ക അമേരിക്കക്കാർക്കും ഇത് ഞെട്ടിക്കുന്നൊരു അവസ്ഥയായിരുന്നു. ധാരാളം ധനികർ കുത്തുപാളയെടുത്തു. എന്നാൽ അവരുടെ ആ നഷ്ടം ടിമോത്തി ഡെസ്റ്ററിന് വലിയ നേട്ടമാണ് നൽകിയത്. അതിങ്ങനെയാണ്. കോണ്ടിനെന്റൽ കറൻസിയുടെ മൂല്യം കുത്തനെ കുറയാൻ തുടങ്ങിയപ്പോൾ ഡെസ്റ്ററിന്റെ പുതിയ ഹൈ ക്ലാസ് സ്റ്റാൻഡേർഡുള്ള അയൽക്കാർ, അതിൽ നമ്മൾ മുൻപ് കണ്ട ജോൺ ഹാൻകോക്കും ഉൾപ്പെടും, ഇവർ ഈ കറൻസിയിൽ പണം നിക്ഷേപിക്കുവാനായിട്ട് തീരുമാനമെടുത്തു. അവരെ പോലെ ഒരാളാകുവാനായിട്ട് ആഗ്രഹിച്ച് നടന്ന ഡെസ്റ്ററും അതുപോലെ തന്നെ ചെയ്തു. അയാളും മൂല്യമില്ലാത്ത ആ കറൻസിയിൽ പണം നിക്ഷേപിച്ചു. എന്നാൽ ആ സമയത്ത് അയാൾക്കൊരു കാര്യം അറിയില്ലായിരുന്നു. ഹാൻകോക്കും കൂട്ടരും കോണ്ടിനെന്റലുകൾ വാങ്ങിക്കൂട്ടിയത് ലാഭമുണ്ടാക്കുവാനല്ലായിരുന്നു. അത് രാഷ്ട്രീയപരമായിരുന്നു. ഈ കറൻസി ഒരിക്കലും പരാജയമല്ലെന്നും ഒരിക്കലത് ഉയർന്നു വരുമെന്നും തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളെ ബോധിപ്പിക്കുവാനായിരുന്നു അവരങ്ങനെ ചെയ്തത്. അതുവഴി ജനങ്ങൾക്ക് തങ്ങളുടെ മേലുള്ള വിശ്വാസം ഊട്ടിയുറപ്പിക്കുവാനും കഴിയും. പക്ഷേ ഈ ഒരു കാര്യം മാത്രം ആരും ഡെസ്റ്ററിനോട് പറഞ്ഞില്ല. അയാൾ തൻ്റെ സുഹൃത്തുക്കൾ ചെയ്തതുപോലെ മിതമായിട്ടുള്ള അളവിൽ കോണ്ടിനെന്റൽ ഡോളറുകൾ വാങ്ങാതെ കയ്യിൽ കിട്ടിയ എല്ലാം വാങ്ങിക്കൂട്ടി. അതുകൊണ്ടും തീർന്നില്ല. ഗവൺമെൻറ് ഔദ്യോഗികമായിട്ട് ഈ കറൻസി നിർത്തലാക്കിയെന്ന് പ്രഖ്യാപിച്ചിട്ടും അയാൾ അത് വാങ്ങിക്കൊണ്ടേയിരുന്നു. ചില കണക്കുകൾ പ്രകാരം അയാൾ അമേരിക്കയിൽ അന്നുവരെ അച്ചടിച്ച കോണ്ടിനെന്റൽ ഡോളറുകളുടെ 20% വാങ്ങിയെന്ന് പറയുന്നു. അതൊരു വലിയ തുകയാണ്. അതിനായിട്ട് അവനും അവൻ്റെ ഭാര്യയും അവരുടെ അവസാനത്തെ സെന്റും ഉപയോഗിച്ചു. ഒറ്റ നോട്ടത്തിൽ ഇതൊരു മണ്ടൻ തീരുമാനമാണ്. ആ കുടുംബം പാപ്പരാകുന്ന വക്കിൽ വരെ എത്തി. പക്ഷെ ഒരു ദിവസം കാര്യങ്ങളാകെ മാറി മറിഞ്ഞു. 1789 അലക്സാണ്ടർ ഹാമിൽട്ടൺ എന്ന വ്യക്തി USA ആദ്യ ട്രഷറി സെക്രട്ടറി ആയിട്ട് നിയമിതനായി. അദ്ദേഹം ആദ്യമായിട്ട് ചെയ്ത കാര്യം ഇതാണ്: US മിന്റ് സ്ഥാപിക്കുക. ഇന്ന് നമുക്കെല്ലാം അറിയാവുന്ന $ഡോളർ ആദ്യമായിട്ട് അച്ചടിച്ചതും അവിടെ നിന്നുമാണ്. അങ്ങനെ രാജ്യത്ത് ആകമാനം ഒരു പുതിയ കറൻസി ഇതോടെ രംഗത്ത് വന്നു. എന്നാൽ അതോടൊപ്പം ഹാമിൽട്ടൺ മറ്റൊരു കാര്യം കൂടി ചെയ്തു. ഇപ്പോഴും കോണ്ടിനെന്റൽ കറൻസി കൈവശം വെച്ച് വിഷമിക്കുന്ന ആളുകൾക്ക് ഒരു ആശ്വാസം കിട്ടുവാനായിട്ട് ഒരു പ്രസ്താവന പുറത്തിറക്കി. ആരുടെയെങ്കിലും കൈവശം കോണ്ടിനെന്റൽ ഡോളറുകൾ ഇപ്പോഴും ഉണ്ടെങ്കിൽ അത് എത്രയും വേഗം US ട്രഷറിയിൽ എത്തിക്കുക. ആ തുകയുടെ യഥാർത്ഥ മൂല്യത്തിന്റെ 1% എന്ന നിരക്കിൽ ഡോളർ പകരമായിട്ട് നൽകുമെന്നായിരുന്നു ആ പ്രഖ്യാപനം. ഇതിൽ മിക്ക ആളുകൾക്കും ആഘോഷിക്കുവാനായിട്ട് ഒന്നുമില്ലായിരുന്നു. കാരണം കോണ്ടിനെന്റൽ ഡോളറുകൾ വളരെ നഷ്ടത്തിൽ പിടിച്ചവരായിരുന്നു ജോൺ ഹാനോക്ക് അടക്കമുള്ള മിക്ക ധനികരും. അവർ അതിനു വേണ്ടിയിട്ട് മുടക്കിയ തുകയുടെ 99% നഷ്ടമായിരുന്നു. പക്ഷെ അവിടെയാണ് ഡെസ്റ്ററിനെ ഭാഗ്യം അനുഗ്രഹിച്ചത്. അയാൾ എല്ലാ കോണ്ടിനെന്റൽ ഡോളറുകളും വാങ്ങിയത് അത് പൂർണ്ണമായിട്ടും മൂല്യമില്ലാത്ത സമയത്തായിരുന്നു. ആ സമയത്ത് എന്തെങ്കിലും തന്നാൽ മതി, ഈ മാൻഡ്രേക്കിനെ ഒന്ന് ഒഴിവാക്കി തരൂ എന്ന് പറഞ്ഞ് ആളുകൾ അയാൾക്കത് വിൽക്കുവാനായിട്ട് തിക്കി തിരക്കുകയായിരുന്നു. ഡെക്സ്റ്റർ ആ ഡോളറുകളെല്ലാം അന്ന് വാങ്ങിക്കൂട്ടിയത് അവയുടെ യഥാർത്ഥ മൂല്യത്തിന്റെ 1%-നേക്കാളും വളരെ 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 കുറഞ്ഞ വിലയ്ക്കാണ്. അതുകൊണ്ടാണ് തൻ്റെ വീട് നിറച്ച് ഡോളറുകൾ അട്ടിയിടുവാനായിട്ട് അയാൾക്ക് കഴിഞ്ഞത്. എന്നാൽ ഹാമിൽട്ടന്റെ അപ്രതീക്ഷിതമായിട്ടുള്ള ഈ പ്രഖ്യാപനം ടിമോത്തി ഡെസ്റ്ററിനെ ഒരു രാത്രി കൊണ്ട് അവിശ്വസനീയമാമിത് സമ്പന്നനാക്കി. തൻ്റെ കൈവശമുള്ള കോണ്ടിനെന്റൽ ഡോളറുകൾ ചാക്കുംപടി ചുമന്ന് ട്രഷറിയിൽ എത്തിച്ച് അതിന് ആനുപാതികമായിട്ടുള്ള ഡോളറും വാങ്ങി അയാൾ വീട്ടിലേക്ക് മടങ്ങി. പാപ്പരത്വത്തിന്റെ വക്കിൽ നിന്ന് അയാളും ഭാര്യയും ഒറ്റ രാത്രി കൊണ്ട് കോടാനുകോടി ആസ്തി ഉള്ളവരായി. ഈ സമയത്തും ഡെസ്റ്റർ വിചാരിച്ചത് തൻ്റെ അമിതമായിട്ടുള്ള സമ്പത്ത് കാരണം ചാൾസ് ടൗണിലുള്ള മറ്റാട്ടിന്മാർ അവനെ അവരിൽ ഒരാളായിട്ട് പരിഗണിക്കുമെന്നാണ്. എന്നാൽ അങ്ങനെയല്ല സംഭവിച്ചത്. പെട്ടെന്നുണ്ടായ ഈ ഭാഗ്യം മൂലം മറ്റുള്ളവർക്ക് അവനോട് അസൂയ തോന്നുകയാണ് ചെയ്തത്. ആഢ്യന്മാർക്കിടയിൽ ഇത് അവനെ അപ്രിയനാക്കി. അവരവനെ അകറ്റി നിർത്തി. ഇത് അയാൾക്ക് സഹിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അതുകൊണ്ട് അയാൾ ചാൾസ് ടൗൺ എന്നേക്കുമായിട്ട് വിട്ടു.
അതിനുശേഷം ന്യൂബറി പോർട്ട് എന്ന തീരദേശ പട്ടണത്തിൽ താമസം തുടങ്ങി. അന്നു മുതൽ അവിടെയുള്ള അധികാരികൾക്ക് അയാൾ ഒരു തീരാ തലവേദന ആയിട്ട് മാറുകയാണ്. ഡസ്റ്റർ അവിടെയുള്ള പ്രാദേശിക അധികാരികൾക്ക് നിരന്തരമായിട്ട് കത്തുകൾ എഴുതുവാൻ തുടങ്ങി. എല്ലാ കത്തിലും ഉള്ളത് ഒരേ ഒരു കാര്യമാണ്: താൻ വലിയൊരു ധനികനാണ്, വലിയ സംഭവമാണ്, അതുകൊണ്ട് നഗരസഭയിലെ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു സ്ഥാനം തനിക്ക് തരണം. എന്നാൽ കഷ്ടകാലത്തിന് അവൻ എഴുതിയ ആ കത്തുകൾക്ക് ഒരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. അത് അയാൾക്കല്ലാതെ മറ്റാർക്കും വായിച്ചു മനസ്സിലാക്കുവാൻ കഴിയുമായിരുന്നില്ല. കാരണം 8-ാം വയസ്സിൽ സ്കൂൾ പഠനം ഉപേക്ഷിച്ച വ്യക്തിയാണ് ഡെക്സ്റ്റർ. അയാൾ ഏകദേശം നിരക്ഷരനായിരുന്നു. അവസാനം കത്തുകൾ ഇങ്ങനെ കുമിഞ്ഞു കൂടുന്നത് ശ്രദ്ധയിൽപ്പെട്ട അധികാരികൾ ഒടുവിൽ ഡെക്സ്റ്റർ എന്താണ് ആവശ്യപ്പെടുന്നത് എന്ന് മനസ്സിലാക്കി. അപ്പോൾ തന്നെ അവർ അവൻ്റെ അപേക്ഷ നിർദ്ദയം തള്ളിക്കളഞ്ഞു. ആത്യന്തികമായിട്ട് അയാൾ ഒരു തുകൽ പണിക്കാരനും ചെരുപ്പുകുത്തിയുമാണ്. ഭാഗ്യം കടാക്ഷിച്ച് എങ്ങനെയോ കുറച്ച് പണമുണ്ടായി, അത്രമാത്രം. അല്ലാതെ പൊതുജന സേവനം ചെയ്തോ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയോ യാതൊരു പരിചയവും അയാൾക്കില്ല. പക്ഷേ നമ്മുടെ ഡെക്സ്റ്റർ ഒട്ടും നിരാശനായില്ല. അയാൾ തുടർച്ചയായിട്ട് ഡസൻ കണക്കിന് കത്തുകൾ എഴുതി. ചിലതിൽ യാചിച്ചും ചിലതിൽ അപേക്ഷിച്ചും മറ്റു ചിലതിലാവട്ടെ തനിക്കൊരു സ്ഥാനം തരികയാണെങ്കിൽ കൈക്കൂലി തരാമെന്നും വരെ അതിലുണ്ടായിരുന്നു. മുൻപ് താമസിച്ച ചാൾസ് ടൗണിൽ അയാളെ ആരും വിലമതിച്ചിരുന്നില്ല. ഇത്തവണ പുതിയ സ്ഥലത്ത് അതിനൊരു മാറ്റം വരണമെന്ന് അയാൾ ആഗ്രഹിച്ചു. തനിക്ക് ഈ പുതിയ നഗരത്തിൽ 4 പേർ അറിയുന്നൊരു സ്ഥാനം ലഭിക്കും വരെ അയാൾ ഈ കത്തുകൾ എഴുതുന്നത് നിർത്തിയില്ല. ഒടുവിൽ അയാളുടെ പരിശ്രമം വിജയിച്ചു. ഈ ശല്യം എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കുവാനായിട്ട് ഇവന് പറ്റി എന്തെങ്കിലും ഒരു പോസ്റ്റ് കൊടുക്കുവാനായിട്ട് അവർ തീരുമാനിച്ചു. എന്നാൽ അതിനു പറ്റിയ സ്ഥാനങ്ങളൊന്നും നിലവിലില്ലാത്തതുകൊണ്ട് ടിമോത്തിക്ക് വേണ്ടിയിട്ട് അവർ ഒരു പുതിയ പോസ്റ്റ് സൃഷ്ടിച്ചു. അങ്ങനെയാണ് അവനെ ന്യൂബറി പോർട്ടിലെ ആദ്യത്തെ ഡീർ ഇൻഫോർമറായിട്ട് നിയമിച്ചത്. അയാളുടെ ചുമതല ഇതാണ്: ന്യൂബറി പോർട്ടിൽ ആരെങ്കിലും ഒരു മാനിനെ കണ്ടെത്തിയാൽ ആദ്യം ടിമോത്തിയെ വിവരം അറിയിക്കണം. എന്നാൽ രസകരമായിട്ടുള്ള കാര്യം, കഴിഞ്ഞ 20 വർഷമായിട്ട് ന്യൂബറി പോർട്ടിലും പരിസരത്തും മാനുകളെ ആരും കണ്ടിട്ടില്ല. കാരണം അവിടെയൊന്നും മാനുകളെ ഇല്ലായിരുന്നു. എന്തായാലും ഈ തന്ത്രം പ്രയോഗിച്ചതുകൊണ്ട് അയാളുടെ നിരന്തരമായിട്ടുള്ള കത്തെഴുത്ത് നിലച്ചു. ഡെക്സ്റ്റർ ആഗ്രഹിച്ചതുപോലെ അയാൾക്ക് സമൂഹത്തിൽ ഇപ്പോൾ എടുത്തു പറയുവാനായിട്ട് ഒരു പദവിയുണ്ട്. അതുകൊണ്ട് അയാളുടെ ശ്രദ്ധ വീണ്ടും ഗൗരവമായിട്ടുള്ള ബിസിനസ്സിലേക്ക് തിരിഞ്ഞു. എല്ലാം തന്നെ ഭ്രാന്തമായിട്ടുള്ള പദ്ധതികളാണ്. ഇവിടം മുതലാണ് അയാൾക്ക് അസാധാരണമായിട്ടുള്ള ഭാഗ്യമുണ്ടെന്ന് മറ്റുള്ളവർക്ക് തോന്നിപ്പോകുന്ന സംഭവ പരമ്പരകൾ ഉണ്ടാകുവാൻ തുടങ്ങിയത്. ആ കാലഘട്ടത്തിൽ ന്യൂ കാസിലിന് കൽക്കരി വിൽക്കുക എന്നൊരു പഴഞ്ചൊല്ലുണ്ടായിരുന്നു. ഇതൊരു ജനപ്രിയ പ്രയോഗമായിരുന്നു. യാതൊരു അർത്ഥവുമില്ലാത്ത പ്രവൃത്തിയെ സൂചിപ്പിക്കുവാനാണ് ഇത്തരം പഴഞ്ചൊല്ല് ഉപയോഗിക്കാറ്. നമ്മൾ സഹാറ മരുഭൂമിയിൽ മണൽ ഇറക്കുക, കടലിൽ കൊണ്ടുപോയിട്ട് ഉപ്പ് കലക്കുക, അന്റാർട്ടിക്കയിൽ ഐസ്ക്രീം പാർലർ തുടങ്ങുക, ഇതൊക്കെ തമാശയ്ക്ക് പറയാറില്ലേ? അതുപോലെ ഒരു തമാശയായിരുന്നു ഈ പഴഞ്ചൊല്ലും. കാരണം അക്കാലത്ത് ന്യൂ കാസിൽ എന്ന പ്രദേശം മുഴുവനും കൽക്കരി ഖനനം നടക്കുന്ന പ്രദേശമാണ്. അവിടെയുള്ള സമ്പദ് വ്യവസ്ഥ പൂർണ്ണമായിട്ടും കൽക്കരി വ്യവസായത്തെ ആശ്രയിച്ചാണുള്ളത്. അതുകൊണ്ടാണ് ആളുകൾ തമാശയ്ക്ക് ന്യൂ കാസിലിന് കൽക്കരി വിൽക്കുക എന്ന പഴഞ്ചൊല്ലുണ്ടാക്കിയത്. പക്ഷേ ഈ പഴഞ്ചൊല്ലിൽ ഒളിഞ്ഞിരിക്കുന്ന നർമ്മവും അർത്ഥശൂന്യതയും ഡെക്സ്റ്ററിന് മനസ്സിലായില്ല. അയാൾ നിരവധി ആളുകൾ ന്യൂ കാസിലിന് കൽക്കരി വിൽക്കുക എന്ന് പറയുന്നത് കേട്ടിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഷടാ, ഇത് നല്ലൊരു ബിസിനസ് ആശയമാണല്ലോ എന്ന് അയാൾക്കും തോന്നി. ഈ സമയത്ത് അയാൾക്ക് 2ഓളം വ്യാപാര കപ്പലുകൾ സ്വന്തമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതിലൊരു കപ്പലിൽ നിറച്ച് കൽക്കരി ശേഖരിച്ച് അയാൾ ന്യൂ കാസിലിലേക്ക് അയച്ചു. കപ്പലിലെ കപ്പിത്താനും നാവികർക്കുമടക്കം ഈ നടപടി കണ്ടപ്പോൾ പുച്ഛം തോന്നിയിരുന്നു. പക്ഷെ അവർക്കപ്പോൾ മറ്റൊരു യാഥാർത്ഥ്യം അറിയില്ലായിരുന്നു. വേണ്ട വേണ്ട, മതി മതി എന്ന് പറഞ്ഞാലും ഭാഗ്യദേവത പിന്നാലെ നടന്ന് അനുഗ്രഹിക്കുന്ന ഒരു അസാധാരണ മണ്ടനായിരുന്നു ഡെക്സ്റ്റർ എന്ന്. അതുതന്നെ ഇവിടെയും സംഭവിച്ചു. അയാളുടെ കപ്പൽ റൈൻ നദിയുടെ മുഖത്ത് എത്തിയപ്പോൾ ന്യൂ കാസിലിൽ ഒരു തൊഴിലാളി സമരം നടക്കുന്ന സമയമായിരുന്നു. ഈ സമരത്തെ തുടർന്ന് ഖനികളിൽ ആരും ജോലി ചെയ്യാത്തതുകൊണ്ട് കൽക്കരി ഖനനം നിന്നുപോയിരുന്നു. അതോടെ കൽക്കരിയുടെ വില താൽക്കാലികമായിട്ട് കുതിച്ചുയർന്നു നിൽക്കുന്ന സമയമാണ്. ആ സമയത്താണ് ഒരു കപ്പൽ നിറച്ച് കൽക്കരിയും കൊണ്ട് ടിമോത്തി അവിടേക്ക് വരുന്നത്. അവിടെ വെച്ച് അസാധ്യമെന്ന് ലോകം വിധി എഴുതിയ ഒരു കാര്യം അയാൾ ചെയ്തു. കൽക്കരി ഉൽപാദന കേന്ദ്രത്തിൽ തന്നെ തന്റെ കൽക്കരി വൻ ലാഭത്തിൽ മറിച്ച് അയാൾ വിറ്റു. അതുവഴി ആ പ്രാദേശിക സമൂഹത്തിൽ അയാൾക്ക് നല്ല വിലയും നിലയും കിട്ടി. ഡെക്സ്റ്റർ തൊടുന്നതെല്ലാം പൊന്നായിട്ട് മാറി. അയാൾ എന്തു മണ്ടത്തരം ചെയ്താലും അവസാനം ലാഭത്തിലാണ് എത്തിച്ചേരുക. മാസങ്ങൾ കഴിയും തോറും അവന്റെ സമ്പത്ത് വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. എങ്കിലും ചാൾസ് ടൗണിൽ സംഭവിച്ചതുപോലെ ഒരു കൂട്ടം ആളുകൾ ഇവിടെയും അയാളെ കളിയാക്കുവാനായിട്ടുണ്ടായിരുന്നു. സ്വാഭാവികം, അത് എല്ലായിടത്തും ഉള്ളതാണ്. ഇതിനിടയിൽ മറ്റൊരു സംഭവം ഉണ്ടായി. ഡെക്സ്റ്ററിന്റെ പുതിയ പരിചയക്കാരി ഒരാൾ അയാളെ സാമ്പത്തികമായിട്ട് നശിപ്പിച്ച നാറാണക്കല്ല് പിടിപ്പിക്കുവാനായിട്ട് ഉദ്ദേശിച്ച് മനഃപൂർവ്വം അയാൾക്ക് ഒരു ബിസിനസ് ഐഡിയ നൽകി. ഡെക്സ്റ്ററിന്റെ കാര്യം വിട്, ഇങ്ങനെയുള്ളവന്മാർ, അതും കൂട്ടുകാരെന്ന് നമ്മൾ കണ്ണുമടച്ച് വിചാരിക്കുന്നവർ നമുക്ക് ചുറ്റിലുമുണ്ട്. അവർ ചക്കരെ, പാല്, തേന്, പഞ്ചാര,
ഞാൻ ഈ പറയുന്ന വഴിക്ക് പോയാൽ നീ രക്ഷപ്പെടും. എന്തിനും ഏതിനും ഞാനുണ്ട് കൂടെ. നീ എൻ്റെ സഹോദരനെ പോലെയാണ്. അതാണ് ഇതാണ് എന്ന് പറഞ്ഞ് വാചകമടിച്ച് നമ്മളെ കുഴിയിൽ ചാടിക്കുവാനായിട്ടുണ്ടായിരിക്കും. അവരെ സൂക്ഷിക്കുക. ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ പലരും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇങ്ങനെ ഒരു പണി കിട്ടിയവരായിരിക്കും. എനിക്കിഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഒരു ചതിയൻ സുഹൃത്തായിരുന്നു ഇവനും. അയാൾ ടിമോത്തിക്ക് കൊടുത്ത ഉപദേശം ഇതാണ്: എന്തുകൊണ്ട് നിനക്ക് വെസ്റ്റ് ഇൻഡീസിലേക്ക് ബെഡ് വാമറുകൾ കയറ്റുമതി ചെയ്ത് ലാഭമുണ്ടാക്കിക്കൂടാ? അവിടെ ഇതിന് നിരവധി ആവശ്യക്കാരുണ്ട്. നീ അത് ചെയ്യണമെന്ന് അയാൾ പറഞ്ഞു. പാവം ടിമോത്തി ആകട്ടെ അമേരിക്ക വിട്ടുകഴിഞ്ഞാൽ പിന്നെ ഇംഗ്ലണ്ടിൽ വരെയേ പോയിട്ടുള്ളൂ. അവിടെ ആകട്ടെ കൊടും തണുപ്പുമാണ്. അവിടെ ബെഡ് വാമറുകൾ ശൈത്യകാല ജീവിതത്തിന്റെ ഒരു ആവശ്യ ഘടകവുമാണ്. അതുകൊണ്ട് അവയെ ഒരു പുതിയ രാജ്യത്തിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത് നല്ല ആശയമാണെന്ന് അയാൾക്ക് തോന്നി. അതിനയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഡെക്സ്റ്റർ തന്റെ ജന്മസംസ്ഥാനത്തിന് പുറത്ത് വളരെയൊന്നും യാത്ര ചെയ്തിരുന്നില്ല. ഉഷ്ണമേഖലാ പ്രദേശമായിട്ടുള്ള വെസ്റ്റ് ഇൻഡീസിനെ കുറിച്ച് അയാൾക്ക് യാതൊന്നും അറിയില്ല. അവിടെ ജീവിക്കുന്നവർക്ക് ബെഡ് വാമറുകളുടെ ആവശ്യമില്ല എന്ന യാഥാർത്ഥ്യ ബോധമൊന്നും അയാൾക്ക് അറിയില്ല. ഒരു സംരംഭവും ചെറുതായിട്ട് തുടങ്ങി ശീലമില്ലാത്ത ടിമോത്തി ഇവിടെയും അങ്ങനെ തന്നെയാണ് ചെയ്തത്. അയാൾ 40,000-ലധികം ബെഡ് വാമറുകൾ വാങ്ങിച്ചു കൂട്ടി. എന്നിട്ട് കൂട്ടുകാരന്റെ നിർദ്ദേശപ്രകാരം കരീബിയയിലെ വിവിധ സ്ഥലങ്ങളിലേക്ക് കപ്പലിൽ കയറ്റി അയച്ചു. ഈ കൂട്ടുകാരൻ വിചാരിച്ചത് എന്താണോ അതാണ് നടന്നത്. അവിടെയുള്ളവർക്ക് വിലയേറിയ ഉപകരണം വാങ്ങി ഒന്നാമതെ ചൂടായിട്ട് കിടക്കുന്ന തങ്ങളുടെ ബെഡുകൾ വീണ്ടും ചൂടാക്കുവാനായിട്ട് യാതൊരു താല്പര്യവുമില്ലായിരുന്നു. എന്നാൽ കൂട്ടുകാരൻ ചതിച്ചെങ്കിലും ഭാഗ്യദേവത അയാളെ ചതിച്ചില്ല. കരീബിയനിലെ വലിയൊരു വ്യവസായമാണ് ശർക്കര ഉൽപാദനം. അത്തരം ഫാക്ടറികളിൽ ലാഭകരമായിട്ട് ഉപയോഗിക്കുവാനായിട്ട് ഈ വാമറുകൾക്ക് കഴിയുമെന്ന് അവിടെയുള്ള ഏതോ ഒരു വിരുദ്ധൻ കണ്ടുപിടിച്ചു. അതോടെ ചൂടപ്പം പോലെ ഈ ബെഡ് വാമറുകൾ വിറ്റുപോയി. ആ 40,000 ബെഡ് വാമറുകളും 70% ലാഭത്തിലാണ് അയാൾ വിറ്റ് തീർത്തത്. വീണ്ടും അയാൾ അത് അവിടെ ഇറക്കുമതി ചെയ്ത് ലാഭമുണ്ടാക്കി. കുതിരയ്ക്ക് വെച്ചത് കഴുതയ്ക്ക് കൊണ്ടു എന്ന അവസ്ഥയിലായി ഈ കൂട്ടുകാരൻ. എങ്കിലും അയാൾ വിട്ടില്ല. അവിടേക്ക് വീണ്ടും കമ്പിളി കയറ്റുമതി ചെയ്യുവാനായിട്ട് നിർബന്ധിച്ചു. ഇത്തവണ ടിമോത്തി പാപ്പരാകുമെന്നാണ് അയാൾ വിചാരിച്ചത്. അങ്ങനെ സംഭവിക്കേണ്ടതുമായിരുന്നു. എന്നാൽ ഭാഗ്യദേവത വീണ്ടും തുണച്ചു. തിമോത്തിയുടെ കപ്പൽ കമ്പിളിയുമായിട്ട് അവിടെ എത്തിയപ്പോൾ ആ തീരത്ത് കുറച്ച് ഏഷ്യൻ കപ്പലുകൾ നങ്കൂരം ഇട്ടിരുന്നു. അവർക്ക് പോകേണ്ടത് സൈബീരിയയിലേക്കായിരുന്നു. അയാളുടെ കൈവശമുള്ള കമ്പിളികൾ നല്ല വിലയ്ക്ക് അവർ വാങ്ങി. ഇതുകൊണ്ടും തീർന്നില്ല. വീണ്ടും വീണ്ടും ഇതുപോലെയുള്ള മണ്ടൻ ആശയങ്ങൾ അയാൾ പ്രാവർത്തികമാക്കി. എന്നാൽ അവയെല്ലാം വലിയ വിജയമായിരുന്നു. അതിൽ ഒരു കഥ ഇതാണ്. ഒരിക്കൽ ഡെസ്റ്റർ തന്റെ കപ്പൽ പടയുടെ ക്യാപ്റ്റന്റെ അഭിപ്രായം തെറ്റിദ്ധരിച്ച് 350 ടൺ വെയിൽബോൺ വാങ്ങിക്കൂട്ടി. വെയിൽബോൺ എന്ന് പറഞ്ഞാൽ പേര് സൂചിപ്പിക്കും പോലെ ഇത് തിമിംഗലങ്ങളുടെ എല്ലുകളല്ല, മറിച്ച് ചില തിമിംഗലങ്ങൾ ഇരയെടുക്കുന്ന സമയത്ത് കടൽ വെള്ളം മരിച്ചു കളഞ്ഞിട്ട് മത്സ്യങ്ങളെ മാത്രം തരംതിരിച്ച് വിടുങ്ങുന്ന ഒരു അരിപ്പയുണ്ട്. ഇത് ദൃഢവും വഴക്കവുമുള്ള ഒന്നാണ്. ഇതിൽ ധാരാളം കെരാറ്റിൻ അടങ്ങിയിട്ടുണ്ട്. ചില ചൈനീസ് നാട്ടുമരുന്നുകളിൽ അക്കാലത്ത് ഇത് ഉപയോഗിക്കാറുണ്ട്. ഇത്തരം എല്ലുകൾക്ക് നല്ല മാർക്കറ്റ് ഉണ്ടെന്ന് തെറ്റിദ്ധരിച്ചാണ് അയാൾ അത് വാങ്ങിച്ചു കൂട്ടിയത്. എന്തായാലും ഡെക്സ്റ്റർ ഒരാൾക്ക് ഒരിക്കലും വിറ്റ് തീർക്കുവാൻ കഴിയാത്തത്ര അധികം വെയിൽബോൺ വാങ്ങിച്ചു കൂട്ടി. അയാൾ ഇത് വാങ്ങുന്ന സമയത്ത് അതിന് യാതൊരു ഉപകാരവുമില്ലായിരുന്നു. ലക്ഷക്കണക്കിന് ഡോളർ മൂല്യം വരുന്ന ചരക്കുകൾ വെറുതെ കെട്ടിക്കിടന്നു. അസൂയാലുക്കൾ ആഹ്ലാദം കൊണ്ട് വീർപ്പുമുട്ടി. സന്തോഷം കൊണ്ടവർ നൃത്ത ചുവടുകൾ വെച്ചു. ഇത്തവണ ഭാഗ്യദേവത അയാൾക്ക് പുറംതിരിഞ്ഞു നിന്നുവെന്നും ടിമോത്തി പാപ്പരായെന്നും അവർ ഉറച്ചു വിശ്വസിച്ചു. എന്നാൽ ആ സന്തോഷത്തിന് അധികം നാളുകളൊന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് യൂറോപ്പിൽ ഒരു ഫാഷൻ തരംഗം ആഞ്ഞടിച്ചത്. വെയിൽബോൺ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ആഡംബര കരകൗശല വസ്തുക്കൾക്ക് യൂറോപ്പിൽ പ്രിയമേറി. ഒരു പുതിയ ഫാഷൻ അവിടെ രൂപപ്പെടുകയാണ്. അതോടെ വെയിൽബോണിന് വൻ ഡിമാൻഡായി. ചോദിക്കുന്ന വിലയ്ക്ക് എടുക്കുവാനായിട്ട് ആളുകളുണ്ട്. ഇതിനോടകം US-ലെ ആകെ മൊത്തം വെയിൽബോൺ ഏകദേശം പൂർണ്ണമായിട്ടും കൈവശമുള്ള ടിമോത്തിയുടെ ഭാഗ്യമാണ് ഇവിടെ തെളിഞ്ഞത്. അയാൾക്ക് കെട്ടിക്കിടക്കുന്ന തന്റെ മുഴുവൻ സ്റ്റോക്കും വൻ ലാഭത്തിൽ വിൽക്കുവാനായിട്ട് കഴിഞ്ഞു. ആഹ്ലാദിച്ചവരുടെ കണ്ണുകൾ തള്ളി. അവരുടെ നൃത്ത ചുവടുകൾ നിശ്ചലമായി. മറ്റൊരു ബോക്സ് ഓഫീസ് പരാജയം കൂടി അങ്ങനെ വൻ ഹിറ്റായിട്ട് മാറുകയാണ്. ഒരിക്കൽ അയാൾ മറ്റൊരു ബിസിനസ് ചെയ്തു. ആയിരക്കണക്കിന് ബൈബിളുകൾ കരീബിയനിലേക്ക് കയറ്റി അയച്ചു. അവിടെയുള്ള ആളുകൾക്ക് വളരെ ഉയർന്ന വിലയ്ക്ക് വിൽക്കുകയായിരുന്നു ലക്ഷ്യം. ഇതും വിജയിക്കുവാനായിട്ട് യാതൊരു സാധ്യതയുമില്ലാത്ത ബിസിനസ് ആയിരുന്നു. കാരണം കുറഞ്ഞ വിലയ്ക്കും ചിലപ്പോഴൊക്കെ സൗജന്യമായിട്ടും അവിടെ ബൈബിളുകൾ കിട്ടുവാനുണ്ട്. എന്നാൽ ഇവിടെ ടിമോത്തി മറ്റൊരു കൗശലം പ്രയോഗിച്ചു. അയാൾ കൊണ്ടുവന്ന ബൈബിൾ കൈവശമില്ലാത്തവർ നരകത്തിൽ പോകുവാനായിട്ട് സാധ്യതയുണ്ടെന്ന് രഹസ്യമായിട്ട് പ്രചരിപ്പിച്ചു. അതിനു വേണ്ടിയിട്ട് തന്റെ നാവികരെയാണ് നിയോഗിച്ചത്. അവരിത് വളരെ വൃത്തിയായിട്ട് ചെയ്യുകയും ചെയ്തു. അതോടെ ചൂടപ്പം പോലെ ഉയർന്ന വിലയ്ക്ക് ആ ബൈബിളുകളെല്ലാം വിറ്റുപോയി. മുടക്കു മുതലിന്റെ ഇരട്ടിയിലധികം ലാഭവും കിട്ടി. ഇതിനിടയിൽ രസകരമായിട്ടുള്ള മറ്റൊരു സംഭവം കൂടി ഉണ്ടായി. ഡെക്സ്റ്റർ ഇപ്പോൾ താമസിക്കുന്ന ന്യൂബറി പോർട്ടിലെ ഡീർ ഇൻഫോർമർ ആണല്ലോ അയാൾ. പേരിൽ മാത്രമുള്ള ഒരു സ്ഥാനം.
അയാളെ മാനുകളെ കണ്ടുവെന്ന് അറിയിക്കുവാനായിട്ട് ആരും ഇത്രയും കാലമായിട്ട് വന്നിരുന്നില്ല. കാരണം അവിടെ മാനുകൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിനു പകരം മറ്റൊരു മൃഗം ധാരാളമായിട്ടുണ്ടായിരുന്നു. പൂച്ചകൾ. നമ്മുടെ പൂച്ച സാർ. ന്യൂബറി പോർട്ടിൽ എണ്ണുവാൻ കഴിയാത്ത വിധം വളരെയധികം തെരുവ് പൂച്ചകൾ ഉണ്ടായിരുന്നു. ഇതൊരു പൊതുശല്യമായിട്ട് മാറി. അതുകൊണ്ട് അവയെ എന്തു ചെയ്യണമെന്ന് ചർച്ച ചെയ്യുവാനായിട്ട് അധികാരികൾ ഒരു യോഗം വിളിച്ചുകൂട്ടി. ടിമോത്തിയും ആ യോഗത്തിൽ പങ്കെടുത്തു. ചർച്ചകൾ മുൻപോട്ട് പോകുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് അയാളുടെ തലയിൽ ഒരു ബിസിനസ് ആശയം ഉദിച്ചു. ഡെക്സ്റ്റർ ഒരു നിർദ്ദേശം മുൻപോട്ട് വെച്ചു. തനിക്ക് ഒരു തെരുവ് പൂച്ചയെ കൊണ്ടുവരുന്നവർക്ക് ഒരു ചെറിയ തുക നൽകുമെന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെ ആ പ്രശ്നം പരിഹരിച്ചു. അതിൻ്റെ അടുത്ത ദിവസം മുതൽ നിരവധി ആളുകൾ തെരുവ് പൂച്ചകളെ എങ്ങനെയൊക്കെയോ ഓടിച്ചിട്ട് പിടിച്ച് അയാളുടെ അടുത്ത് എത്തിക്കുവാൻ തുടങ്ങി. അധികം വൈകാതെ അയാളുടെ കൈവശം ആയിരക്കണക്കിന് പൂച്ചകളായി. അതിനെയെല്ലാം കൂട്ടിലാക്കിയിട്ട് കപ്പലിൽ കയറ്റി നേരെ കരീബിയനിലേക്കാണ് പോയത്. ഇതിനോടകം കരീബിയ നല്ല പരിചയമായിരുന്ന അയാൾക്ക് ഒരു കാര്യം അറിയാമായിരുന്നു. അവിടെയുള്ള പല വെയർഹൗസുകളും എലിശല്യം കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. എലികളെ പിടിക്കുവാനായിട്ട് മതിയായിട്ടുള്ള പൂച്ചകൾ അവിടെ ഇല്ലതാനും. അതുകൊണ്ട് ഇതാ, എലിശല്യത്തിൽ നിന്നും നിങ്ങളെ രക്ഷിക്കുവാനായിട്ട് വിദഗ്ധരായിട്ടുള്ള എലിവേട്ടക്കാർ എത്തിയിരിക്കുന്നു എന്ന വിളംബരത്തോടെ ആ പൂച്ചകളെ മുഴുവനും അയാൾ അവർക്ക് മറിച്ചു വിറ്റു. തരക്കേടില്ലാത്ത ലാഭവും കിട്ടി. ഈ സമയമായപ്പോഴേക്കും അയാൾ അവിശ്വസനീയമാമെന്ന് സമ്പന്നനായിരുന്നു. അപ്പോഴാണ് അയാൾക്ക് മറ്റൊരു തോന്നലുണ്ടായത്. താൻ കോടീശ്വരനാണ്. കാര്യമൊക്കെ ശരി തന്നെ. പക്ഷെ അത് നാട്ടുകാരെ ഒന്ന് അറിയിക്കേണ്ടതുണ്ട്. അസൂയ മൂത്ത് തൻ്റെ അയൽക്കാർ നെട്ടോട്ടം മൂടുന്നത് തനിക്ക് കൺകുളിർക്കെ ഒന്ന് കാണണം. അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഈ സമ്പത്ത് കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? അതുകൊണ്ട് ഒരു വലിയ ആഡംബര മാൻഷൻ നിർമ്മിക്കുവാനായിട്ട് അയാൾ തീരുമാനിച്ചു. ആ വീട് ന്യൂബറി പോർട്ടിലെ ഏറ്റവും വലുതും ഗംഭീരവുമായിരുന്നു. ഈ പുതിയ വസതി അതിമനോഹരമായിരുന്നു. നിരവധി സ്തംഭങ്ങളും പ്രവേശന കവാടങ്ങളും വിശാലമായിട്ടുള്ള മുറ്റവും പൂന്തോട്ടവും അതുപോലെ അനേകം മിനാരങ്ങളും നിറഞ്ഞ ഒന്ന്. വീടിന്റെ പണി പൂർത്തിയായതിനു തൊട്ടു പിന്നാലെ ടിമോത്തി മറ്റൊരു കാര്യം കൂടി ചെയ്തു. തൻ്റെ ഉദ്യാനത്തിൽ ചരിത്രത്തിലെ ഏറ്റവും മഹാന്മാരായിട്ടുള്ള 40 വ്യക്തികളുടെ പൂർണ്ണ വലിപ്പത്തിലുള്ള തടി കൊണ്ടുള്ള പ്രതിമകൾ നിർമ്മിച്ചു. എന്നിട്ട് അതെല്ലാം പലയിടത്തായിട്ട് സ്ഥാപിച്ചു. അതിൽ നെപ്പോളിയൻ ബോണപ്പാർട്ട്, ജോർജ് വാഷിംഗ്ടൺ, തോമസ് ജെഫേഴ്സൺ അങ്ങനെ തുടങ്ങി നിരവധി പ്രശസ്തരുടെ പ്രതിമകൾ ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ടിമോത്തി ഡെസ്റ്ററിന്റെ പ്രതിമയും ഉണ്ടായിരുന്നു. അതിനായിരുന്നു ഏറ്റവും വലിപ്പവും. ഓരോ പ്രതിമയ്ക്കും താഴെയായിട്ട് അവരെക്കുറിച്ചൊരു ലഘു വിവരണം എഴുതിയിരുന്നു. പലതിലും ചരിത്രപരമായിട്ടുള്ള അബദ്ധങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഡെസ്റ്റർ തൻ്റെ സ്വന്തം പ്രതിമയ്ക്ക് താഴെ എഴുതിയിരുന്നത് ഇങ്ങനെയാണ്: ഞാൻ കിഴക്ക് ദേശത്ത് ഒന്നാമനാണ്, പടിഞ്ഞാറ് ദേശത്തും ഒന്നാമനാണ്, അതുപോലെ തന്നെ വടക്കും തെക്കും ഞാൻ തന്നെയാണ് ഒന്നാമൻ. പാശ്ചാത്യ ലോകം കണ്ട ഏറ്റവും വലിയ തത്വചിന്തകൻ അത് ഞാനാണ്. ഇത്രയും ചെയ്തതിന് ശേഷമാണ് തൻ്റെ വളർച്ചയിൽ അസൂയ പൂണ്ട് നടക്കുന്നവരെ ഗൃഹപ്രവേശത്തിന് ക്ഷണിച്ചത്. ഇതെല്ലാം കണ്ട അവരുടെ മാനസികാവസ്ഥ ഞാനായിട്ട് പറയുന്നില്ല, നിങ്ങളൊന്ന് ഊഹിച്ചാൽ മതി. ചുരുക്കത്തിൽ അയാളുടെ ബാങ്ക് ബാലൻസിനേക്കാളും വേഗത്തിൽ വളർന്നത് അയാളുടെ അഹന്തയായിരുന്നു. അയാൾ സ്വയം തന്നെ ലോർഡ് ഡെസ്റ്റർ എന്ന് വിളിക്കുവാൻ തുടങ്ങി. ആരും ആ സ്ഥാനം കൊടുത്തിട്ടൊന്നുമല്ല, പുള്ളി തന്നെ സ്വയം അത് ഏറ്റെടുത്തതാണ്. തന്നെ അങ്ങനെ വിളിക്കുന്നവർക്ക് തൻ്റെ എസ്റ്റേറ്റിൽ വരികയാണെങ്കിൽ സൗജന്യമായിട്ട് ആഹാരവും പാനീയവും കൊടുക്കുമെന്ന് വിളംബരം ചെയ്തു. ഇത് കേട്ട് നിരവധി ആളുകളാണ് അവിടേക്ക് വന്നത്. അതുകൊണ്ടും തീർന്നില്ല. താൻ ഒരു മഹാനാണെന്നും തൻ്റെ മഹത്തായിട്ടുള്ള പ്രവൃത്തികൾ എന്തൊക്കെയാണെന്നും പ്രശംസിച്ച് പറയുന്ന കവിതകൾ എഴുതുവാനായിട്ട് അയാൾ ഒരു കവിയെ വാടകയ്ക്കെടുത്തു. അയാൾ ഡെസ്റ്ററിനെ പുകഴ്ത്തി നിരവധി കവിതകൾ എഴുതുവാൻ തുടങ്ങി. സത്യത്തിൽ ജീവിതത്തിൻ്റെ ഈ ഘട്ടമായപ്പോഴേക്കും അയാൾക്ക് മതിഭ്രമം പിടിച്ചിരുന്നു എന്ന് വേണം കരുതുവാൻ. ബിസിനസ്സുകാരൻ എന്ന നിലയിൽ അയാൾ ലോകം കണ്ട ഏറ്റവും വലിയ ഭാഗ്യവാനായിരുന്നു. എന്നാൽ വ്യക്തി ജീവിതത്തിൽ വലിയ പരാജയമായിരുന്നു. പണത്തിനു വേണ്ടിയാണ് ഡെസ്റ്റർ ഒരു വിധവയെ വിവാഹം കഴിച്ചത്. എന്നാൽ ഇപ്പോൾ സ്വന്തമായിട്ട് ധാരാളം പണം ഉണ്ടാക്കിയതുകൊണ്ട് അയാൾക്ക് അവളോടുള്ള താല്പര്യം പോയി. അതുകൊണ്ട് തൻ്റെ ഭാര്യ മരിച്ചു പോയെന്നുവരെ അയാൾ പ്രചരിപ്പിച്ചു. എന്നാൽ അത് സത്യമല്ലായിരുന്നു. വിരുന്നുകാർ ആരെങ്കിലും ആ മാൻഷനെ വെച്ച് ആ സ്ത്രീ നടന്നു പോകുന്നത് കണ്ടാൽ ഡെസ്റ്റർ അവരോട് ഇങ്ങനെ പറയും: അത് നിങ്ങളുടെ വെറും തോന്നലാണ്, അവളുടെ പ്രേതമാണത്. ഇടയ്ക്കിടയ്ക്ക് തന്നെ ശല്യപ്പെടുത്തുവാനായിട്ട് വരാറുണ്ട്. വളരെ ശാന്തമായിട്ടാണ് അയാൾ ഇത് പറയുന്നത്. ഒന്നുമില്ലായ്മയിൽ നിന്നുമാണ് അയാൾ ഈ നിലയിലെത്തിയത്. അതുകൊണ്ട് തന്നെ വലിയൊരു അപകർഷതാബോധവും അയാൾക്കുണ്ടായിരുന്നു. ആളുകൾ തന്നെ ബഹുമാനിക്കണമെന്നും ആരാധിക്കണമെന്നും അയാൾ ആഗ്രഹിച്ചു. സോഷ്യൽ സ്റ്റാറ്റസിനോട് വലിയ താല്പര്യമുള്ള ആളായിരുന്നു തിമോത്തി. അതുകൊണ്ട് കുറച്ച് കാലമായിട്ട് അയാളുടെ മനസ്സിൽ ഒരു ചിന്ത ഓടിക്കൊണ്ടിരുന്നു: മറ്റുള്ളവർ തന്നെക്കുറിച്ച് എന്താണ് യഥാർത്ഥത്തിൽ ചിന്തിക്കുന്നത്? ആർക്കാണ് അതേക്കുറിച്ച് അറിയുക? ഇത് നമ്മിൽ പലരും ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ചിന്തിച്ചിട്ടുള്ള ഒരു ചോദ്യവുമാണ്. എന്നാൽ നമുക്കാർക്കും അതിനുള്ള ഉത്തരം കിട്ടിയിട്ടുണ്ടാവില്ല. എന്നാൽ തിമോത്തിയുടെ കൈവശം അതിൻ്റെ ഉത്തരം കണ്ടെത്തുവാനായിട്ട് ഒരു നല്ല മാർഗമുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് താൻ മരിച്ചുവെന്ന് അയാൾ വരുത്തി തീർത്തു.
എന്നിട്ട് തൻ്റെ വിശ്വസ്തരായിട്ടുള്ള അനുചരന്മാരെ ഉപയോഗിച്ച് നാടെങ്ങും ആ വാർത്ത പ്രചരിപ്പിച്ചു. തൻ്റെ മാൻഷന്റെ മുൻപിലായിട്ട് അടച്ചുമൂടിയൊരു ശവമഞ്ചവും സംസ്കാരത്തിന് വേണ്ട ഒരുക്കങ്ങളും തയ്യാറാക്കി. എന്നിട്ട് തൻ്റെ മാൻഷന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പുറത്തെ കാഴ്ചകൾ നോക്കി. ആളുകൾ തൻ്റെ മരണത്തിൽ ദുഃഖിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം അവർ അവനെ സ്നേഹിക്കുന്നുണ്ട് എന്നാണ്. മറിച്ചാണെങ്കിൽ അവരവനെ വെറുക്കുന്നു എന്നാണ്. എന്തായാലും ഈ വ്യാജ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുവാനായിട്ട് ആ ചടങ്ങിൽ 3000-ലധികം ആളുകൾ പങ്കെടുത്തു. അവർ വെറുതെ അങ്ങ് വന്നു, അത്രമാത്രം. ദുഃഖിക്കുവാനോ സന്തോഷിക്കുവാനോ ഒന്നിനും പോയില്ല. ഡസ്റ്റർ ഇതെല്ലാം കണ്ടുകൊണ്ട് തൻ്റെ മാൻഷനെ ഒളിച്ചിരിപ്പുണ്ട്. തുടക്കത്തിൽ ആളുകൾ വരുന്നത് കണ്ടപ്പോൾ അയാൾക്കൊരു സന്തോഷമൊക്കെ തോന്നിയിരുന്നു. പോകെ പോകെ തന്നെ ഓർത്ത് ആരും കരയുന്നില്ല എന്ന് കണ്ടപ്പോൾ അയാൾക്ക് വലിയ അരിശം വന്നു. ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു കാര്യം ഇതായിരുന്നു, അയാളുടെ ഭാര്യ പോലും അയാളെ ഓർത്ത് കരയുന്നില്ല. ജനങ്ങളെ കാണിക്കുവാനായിട്ടൊരു വിതുമ്പൽ മാത്രം മുഖത്ത് വളരെ കഷ്ടപ്പെട്ട് വരുത്തുന്നുണ്ട്. ഇത് കണ്ടതോടെ തിമോത്തിയുടെ സകല നിയന്ത്രണവും നഷ്ടമായി. അയാൾ ഒരു വടിയും എടുത്തുകൊണ്ട് മാൻഷനിൽ നിന്നും പുറത്തേക്ക് ചാടി. ഭർത്താവ് ചത്തു കിടക്കുമ്പോൾ ഇങ്ങനെയാണോടി പോത്തെ പെരുമാറുന്നത് എന്ന് ആക്രോശിച്ചുകൊണ്ട് അവരെ അയാൾ പൊതിരെ തല്ലുവാൻ തുടങ്ങി. അയാളുടെ കാഴ്ചപ്പാടിൽ ഭാര്യയുടെ കരച്ചിൽ അതത്ര പോരായിരുന്നു. അവൾ കുറച്ചുകൂടി കരയണമായിരുന്നു. ഇത് കണ്ട് പലരും പേടിച്ച് കാറിക്കൊണ്ട് ഓടിപ്പോയി. മരിച്ചു പോയവൻ പത്തലും മൂങ്ങിക്കൊണ്ട് പാഞ്ഞു വരുന്നത് കണ്ടാൽ ആരായാലും ഓടും. ഞാനെങ്ങാനും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആദ്യത്തെ ഓട്ടം തുടങ്ങി വെക്കുന്നത് ഞാനായിരിക്കും. ഈ വ്യാജ മരണം ഉണ്ടാക്കിയ തിരിച്ചറിവ് കൊണ്ടാണോ അല്ലെങ്കിൽ വാർദ്ധക്യം വിവേകം നൽകിയതുകൊണ്ടാണോ എന്നറിയില്ല. പിന്നീടുള്ള തൻ്റെ ജീവിതത്തിൽ ഡസ്റ്റർ ശ്രദ്ധാലുവായിരുന്നു. പരമാവധി കുഴപ്പങ്ങളിൽ പോയിട്ട് തല വയ്ക്കാതിരിക്കുവാനായിട്ട് ശ്രദ്ധിച്ചു. വയസ്സ് 50 ആയപ്പോൾ തൻ്റെ അപാരമായിട്ടുള്ള ജ്ഞാനം, അയാൾ അങ്ങനെയാണ് വിചാരിച്ചത്, ആ ജ്ഞാനം ലോകത്തിന് നഷ്ടപ്പെടരുത് എന്ന് കരുതി ഒരു പുസ്തകം എഴുതുവാനായിട്ട് തീരുമാനിച്ചു. അതൊരു നെറ്റോറിയസ് ബുക്കായിരുന്നു. അതിൻ്റെ പേര് എ പിക്കിൾ ഫോർ ദി നോവിങ് വൺസ് എന്നാണ്. കുപ്രസിദ്ധമായിട്ടുള്ള ഈ പുസ്തകത്തിൽ അയാൾ തന്നെക്കുറിച്ച് സ്വയം പുകഴ്ത്തി. അത് കഴിഞ്ഞിട്ട് കണ്ണിൽ കണ്ടവരെയെല്ലാം തെറി വിളിച്ചു. രാഷ്ട്രീയക്കാരെയും പുരോഹിതന്മാരെയും അങ്ങനെ വേണ്ട, മാനത്ത് പറക്കുന്ന മൈനകളെ പോലും വിട്ടുവെച്ചില്ല. പ്രധാനമായിട്ടും കടുത്ത വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്ന ഹതഭാഗ്യ അയാളുടെ ഭാര്യയായിരുന്നു. എന്നിട്ട് ഈ പുസ്തകം സൗജന്യമായിട്ട് വിതരണം ചെയ്തു. ലോകം കണ്ട ഏറ്റവും മോശപ്പെട്ട പുസ്തകമായിരുന്നു അത്. അതിന് കാരണം അയാൾക്ക് സാഹിത്യം അത്ര വശമില്ല, കൂടാതെ വലിയ വിദ്യാഭ്യാസവുമില്ല. എന്നിട്ടും താന്തോന്നി തരത്തിന് യാതൊരു കുറവുമില്ല. പലയിടത്തും ഈ പുസ്തകം വായിച്ചും മനസ്സിലാക്കുവാനായിട്ട് അസാധ്യമാണെന്ന് പറയുന്നു. ഈ പുസ്തകത്തിലൂടെ അയാൾ പ്രധാനമായിട്ടും ഉന്നയിച്ച ആവശ്യം ഇതായിരുന്നു, തന്നെ അമേരിക്കയുടെ ചക്രവർത്തിയായിട്ട് നിയമിക്കണം. തളർവാദം പിടിച്ച് കിടക്കുന്നവർ പോലും കാറിക്കൊണ്ട് എഴുന്നേറ്റ് ഓടുന്ന ഒരാവശ്യമായിരുന്നു അത്. എന്നിട്ട് പോലും ഈ പുസ്തകവും ഒരു വൻ വിജയമായി. അതാണ് അത്ഭുതം. തിമോത്തിയുടെ മരണത്തിന് ശേഷം 100 വർഷം കഴിഞ്ഞിട്ടും ദി അറ്റ്ലാന്റിക്, ന്യൂയോർക്ക് ടൈംസ് തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങളിൽ ഇത് വീണ്ടും അച്ചടിക്കപ്പെട്ടു. കുറഞ്ഞത് 8 എഡിഷനെങ്കിലും പുറത്തു വന്നിട്ടുണ്ട്. ഡസ്റ്റർ തന്റെ വായനക്കാരുടെ അഭിപ്രായങ്ങളെ മാനിച്ച് ഇതിനൊരു പുതുക്കിയ 2ാം പതിപ്പ് പോലും എഴുതിയിരുന്നു. അയാൾ തന്റെ മാസ്റ്റർ പീസിൽ ചിഹ്നങ്ങളൊന്നും ഉൾപ്പെടുത്തിയിരുന്നില്ല. പുസ്തകത്തിന്റെ അവസാനം ഫുൾ സ്റ്റോപ്പ് ഇടുവാൻ പോലും മറന്നുപോയിരുന്നു. ടിമോത്തി ഡസ്റ്റർ ചരിത്രത്തിലെ ഏറ്റവും വലിയ മണ്ടന്മാരിൽ ഒരാളായിട്ടാണ് ഇന്ന് അറിയപ്പെടുന്നത്. പക്ഷേ ചില പണ്ഡിതന്മാർ പറയുന്നത് ഇങ്ങനെയാണ്, ജീവിതം തുടക്കകാലത്ത് ലോർഡ് ടിമോത്തി ഡസ്റ്ററിനോട് അല്പം കഠിനമായിട്ടാണ് പെരുമാറിയത്. ഒന്നാമതായിട്ട് അയാൾക്ക് പരിമിതമായിട്ടുള്ള വിദ്യാഭ്യാസമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ തൻ്റെ ബിസിനസ് കരിയറിൻ്റെ ആദ്യ വർഷങ്ങളിൽ ചില മണ്ടൻ തീരുമാനങ്ങൾ അയാൾ എടുത്തിരുന്നു എന്നത് പൂർണ്ണമായിട്ടും ശരിയാണ്. പക്ഷെ കാലം മുൻപോട്ട് പോകും തോറും അയാൾ വളരെ വിദഗ്ധനായിട്ടുള്ള ബിസിനസ്സുകാരനായി. അസാധാരണമായിട്ടുള്ള ചരക്കുകളിൽ മറഞ്ഞിരിക്കുന്ന മൂല്യം തിരിച്ചറിയുവാനും അത് പ്രയോജനപ്പെടുത്തുവാനുമുള്ള ഒരു കഴിവ് അയാൾക്കുണ്ടായിരുന്നു. ടിമോത്തി ഡസ്റ്റർ അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും രസകരമായിട്ടുള്ള കഥാപാത്രങ്ങളിൽ ഒരാളാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇതിൽ നിന്നും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ട പ്രശസ്ത മനുഷ്യരുടെ ഗോപുരത്തിൽ ഒരു സ്ഥാനം നേടിയെടുക്കുവാനായിട്ട് ഒരു പ്രതിഭാശാലിയാകേണ്ട യാതൊരു ആവശ്യവുമില്ല. ആകെ വേണ്ടത് കുറച്ച് ഭാഗ്യം മാത്രമാണ്. അങ്ങനെ 1806 ഒക്ടോബർ 23-ന് തൻ്റെ 59-ാമത്തെ വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. പോകും മുൻപായിട്ട് ആ ലൈക്ക് ചെയ്യുവാനായിട്ട് മറക്കരുത്. ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുവാനായിട്ട് നിങ്ങളുടെ ലൈക്കുകൾ വളരെയേറെ സഹായിക്കും. മറ്റൊരു കഥയിൽ വെച്ച് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.